വചനമൊഴി മെയ് 24. വചനഭാഗം ഹെബ്രായർ 7:11-17, യോഹന്നാന്റെ സുവിശേഷം 15:26, 16:4. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ പിതാവിൻ്റെ അടുത്തു നിന്ന് അയക്കുന്ന ആശ്വാസകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോടുകൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ ഇവ ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ആരംഭത്തിലേ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നടത്തുന്ന വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ ഭാഗമായുള്ള വചനങ്ങളാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. ഈശോ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആശ്വാസകനായ പരിശുദ്ധ റൂഹായെ അവിടുന്ന് അയക്കും. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ റൂഹ വരുമ്പോൾ അവൻ മിശിഹായെക്കുറിച്ച് സാക്ഷ്യം നൽകും. അതോടൊപ്പം ശിഷ്യന്മാർ ഈശോയുടെ കൂടെ ആയിരുന്നവർ തങ്ങളുടെ അനുഭവത്തിൽ നിന്നും സാക്ഷ്യം നൽകും. ദൈവാരൂപിയുടെ കൃപയിൽ സാക്ഷ്യം നൽകുന്നതോടൊപ്പം തങ്ങളുടെ ജീവിതാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും ശിഷ്യന്മാർ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുമെന്നാണ് ഈശോ അവരോട് പറയുന്നത്. അപ്രകാരം ഈശോയ്ക്ക് സാക്ഷ്യം നൽകുമ്പോൾ അവർ പീഡകൾ ഏൽക്കേണ്ടി വരികയും മരണം വരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുമെന്ന കാര്യം അവരെ മുൻകൂട്ടി ഓർമ്മിപ്പിക്കുകയാണ്. ആദിമസഭയിൽ ഇപ്രകാരം സഹനങ്ങളും പീഡനങ്ങളും ഒക്കെ വന്നപ്പോൾ ഈശോയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആദിമസഭയിൽ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുകയാണ്. പരിശുദ്ധാരൂപിയുടെ കൃപയോട് ചേർന്നും മിശിഹ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയാണ് യോഹന്നാൻ ശ്ലീഹ ഈ സുവിശേഷം എഴുതുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിലും പരിശുദ്ധാരൂപിയുടെ കൃപയിൽ ശരണപ്പെടുവാനും പരിശുദ്ധാരൂപിയുടെ കൃപയോട് സഹകരിച്ച് മിശിഹ അനുഭവം പങ്കുവയ്ക്കുവാനും അനുദിന ജീവിതത്തിലൂടെ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് സഹായകനായ പരിശുദ്ധ റൂഹ. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ റൂഹായെ അവിടുന്ന് കുദാശകളിലൂടെ നമുക്കിന്നും നൽകുന്നു. പരിശുദ്ധ റൂഹ നമ്മിൽ വന്ന് വസിക്കുമ്പോൾ മിശിഹായെക്കുറിച്ചുള്ള അറിവിൽ ആഴപ്പെടുവാൻ, മിശിഹ അനുഭവത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കുന്നു. വിശുദ്ധ കുദാശകൾ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ റൂഹായുടെ കൃപാവരത്തിൽ വളരുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.